ഇന്ന് നമുക്ക് കടൽ പാലങ്ങളിലൂടെയും അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുള്ള സാൻ ഫ്രാൻസിസ്കോയിലും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ് ഇവിടെയെല്ലാം ഡ്രൈവ് ചെയ്തെന്ന് കാണാൻ പോയാലോ. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കടൽ പാലത്തിലൂടെയാണ്. ഈ പാലത്തിൻ്റെ പേര് ഒക്ലാൻഡ് ബേ ബ്രിഡ്ജ് എന്നാണ്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് സാൻ ഫ്രാൻസിസ്കോ ബേ ആണ്. ഇൻ്റർസ്റ്റേറ്റ് 80 എന്ന ഹൈവേ ആണ് ഈ ബ്രിഡ്ജിലൂടെ കടന്നു പോകുന്നത്. ഈ ബ്രിഡ്ജ് യെർബാ ബുയന ഐലൻഡിലുള്ള ഒരു ടണൽ വഴിയാണ് മെയിൻ പാലത്തിലേക്ക് കടക്കുന്നത്. ഈ പാലത്തിൻ്റെ നീളം 5 മൈലാണ്. 5 മൈലെന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററിൽ കുറച്ച് കൂടുതലുണ്ട്. ആ ദൂരെ കാണുന്നതാണ് യെർബാ ബുയന ഐലൻഡ്. ടോൾ കൊടുത്തു വേണം ഈ ബ്രിഡ്ജിലൂടെ സഞ്ചരിക്കാൻ. നമ്മളങ്ങനെ ടണലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ടണലിലൂടെ ഡ്രൈവ് ചെയ്യുക ഒരു പ്രത്യേക അനുഭവം കേട്ടോ. നല്ല അടിപൊളി ഒരു ബസ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നുണ്ട് കേട്ടോ. 1936 ഈ പാലം ഇനാഗുറേഷൻ നടത്തിയത്. ഇത് ഡബിൾ ഡെക്ക് ബ്രിഡ്ജാണ്. 1958 വരെ ബോട്ടം ഡെക്ക് ട്രെയിൻ സർവീസും ടോപ്പ് ഡെക്ക് വാഹന സർവീസുമായിരുന്നു. എന്നാൽ 1958 ട്രെയിൻ സർവീസ് സ്റ്റോപ്പ് ചെയ്യുകയും റീകൺസ്ട്രക്ഷൻ നടത്തി 1963 മുതൽ 2 ഡെക്കുകളിൽ വാഹനം ഓടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ടോപ്പ് ഡെക്ക് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോകാനും ബോട്ടം ഡെക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഒക്കലാൻഡിലേക്ക് തിരിച്ചു വരാനാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. 1989 ഭൂമികുലുക്കത്തിൽ അപ്പർ ഡെക്ക് തകർന്ന് ലോവർ ഡെക്കിലേക്ക് വീണു. 1 മാസം ഈ ബ്രിഡ്ജ് അടച്ചിട്ടിരുന്നു. അതിനുശേഷം റിപ്പയർ ചെയ്ത് തുടർന്ന് സർവീസ് ആരംഭിച്ചു. 5 വാഹനങ്ങൾക്ക് ടോപ്പ് ഡെക്കിലൂടെയും 5 വാഹനങ്ങൾക്ക് ബോട്ടം ഡെക്കിലൂടെയും സഞ്ചരിക്കാം. പസഫിക് ഓഷ്യൻ്റെ ഒരു ഭാഗം ഇവിടുത്തെ സിറ്റികളെ തമ്മിൽ വേർതിരിക്കുന്നു. 5 കടൽ പാലങ്ങൾ നിർമ്മിച്ചാണ് ഈ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ഈ പാലം പണിത് വെച്ചേക്കണേ. ഈ പാലത്തിൻ്റെ അപ്പുറം കാണുന്ന സിറ്റിയാണ് സാൻ ഫ്രാൻസിസ്കോ. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും ഓഫീസുകളും ഒക്കെയാണ് ആ കാണുന്നത്. നമ്മുടെ എക്സിറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സിറ്റ് ഇറങ്ങേണ്ടത് എക്സിറ്റ് 2C ആണ്. ഫ്രീമോണ്ട് സ്ട്രീറ്റിലേക്കും ഫോൾസൺ സ്ട്രീറ്റിലേക്കൊക്കെ പോകേണ്ടവർക്ക് എക്സിറ്റ് 2C ഇറങ്ങണം. ഇതാണ് എക്സിറ്റ് 2C. നമ്മളിപ്പോൾ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലേക്കുള്ള റാമ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവർ ഈ സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് തിരിയേണ്ടത് ഫ്രീമോണ്ട് സ്ട്രീറ്റിലേക്കാണ്. എന്ത് മനോഹരമായൊരു കാഴ്ചയാണ് നോക്കിയത്. ഇവിടെ ഇടത്തോട്ട് ഫ്രീമോണ്ട് സ്ട്രീറ്റിലേക്കാണ് നമുക്ക് തിരിയേണ്ടത്. സാൻ ഫ്രാൻസിസ്കോ 247 വർഷം പഴക്കമുള്ള സിറ്റിയാണ്. 1769 ക്യാപ്റ്റൻ ജുവാൻ ഗാസ്പർ ഡി പോർട്ടോളയാണ് ആദ്യമായി സാൻ ഫ്രാൻസിസ്കോ ബേയിൽ വന്ന യൂറോപ്യൻ. അതിനു മുമ്പേ 10,000 വർഷങ്ങളായി അമേരിക്കയിലെ ഒറിജിനൽ ആളുകളായ അമേരിക്കൻ ഇന്ത്യൻസ് ഇപ്പോഴും ഇവിടെ ജീവിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവരുള്ളൂ. 1847 മുമ്പ് ഈ സിറ്റിയുടെ പേര് യെർബാ ബുയന എന്നായിരുന്നു. 1847 സ്പാനിഷിൽ സെൻറ്റ് ഫ്രാൻസിസ് എന്നർത്ഥം വരുന്ന സാൻ ഫ്രാൻസിസ്കോ എന്ന പേര് ഈ സിറ്റിക്ക് കിട്ടു. സാൻ ഫ്രാൻസിസ്കോ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്നു. നഗരത്തിൻ്റെ വ്യാപാര കേന്ദ്രമാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഈ സിറ്റി കോർപ്പറേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെയും സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെയും ലോ ഫേംസിൻ്റെയും
ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെയും ഒക്കെ ഹെഡ് ക്വാർട്ടറുകൾ സ്ഥിതി ചെയ്യുന്ന വലിയ സിറ്റിയാണ്. എന്തൊരു കാഴ്ചയെന്ന് നോക്കിയത്. ഓ, എന്തൊരു ബിൽഡിങ്ങുകളതൊക്കെ. മനോഹരം തന്നെ ഈ കാഴ്ച. എത്രമാത്രം പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ എവിടെ നോക്കി. ഭയങ്കരം തന്നെ. 2022 കണക്കനുസരിച്ച് 8,08,437 ജനങ്ങൾ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ ജീവിക്കുന്നുണ്ട്. ജനസംഖ്യയിൽ അമേരിക്കയിലെ സിറ്റികളിൽ 4ാം സ്ഥാനമാണ് സാൻ ഫ്രാൻസിസ്കോയ്ക്ക്. ഈ സിറ്റി 121 സ്ക്വയർ കിലോമീറ്ററാണ്. 1848 കാലിഫോർണിയയിൽ ഗോൾഡ് ഉള്ളതായി കണ്ടുപിടിച്ചു. അത് കേട്ടറിഞ്ഞ് 3 ലക്ഷം പേർ കാലിഫോർണിയയിലേക്ക് കുടിയേറി. ഇതിനെ കാലിഫോർണിയ ഗോൾഡ് റഷ് എന്നറിയപ്പെടുന്നു. ഇത് കാലിഫോർണിയയുടെ പെട്ടെന്നുള്ള വലിയ വളർച്ചയ്ക്ക് കാരണമായി. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈൻസ് സ്ട്രീറ്റിലൂടെയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ബോർഡ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടതായ റോഡോ അല്ലെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു പോകേണ്ടതായ റോഡോ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പേര് എപ്പോഴും നമ്മളുടെ വശങ്ങളിലാണ് കാണുന്നത്. 1906 ഇവിടെ വലിയ തോതിലുള്ള ഭൂമിയിലുണ്ടായി. 7.9 ആയിരുന്നു അതിൻ്റെ പ്രഹരശേഷി. തുടർന്ന് വലിയ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കാൻ വളരെ ദിവസങ്ങൾ എടുത്തു. ആ തീപിടുത്തം വളരെ ദിവസങ്ങൾ നീണ്ടുനിന്നു. 3000-ഓളം ജനങ്ങൾ വെന്തു മരിച്ചു. സിറ്റിയുടെ 80% തീപിടുത്തത്തിൽ നശിച്ചുപോയി. ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങുകൾ 1935 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ഏകദേശം 51,000 ബിൽഡിങ്ങുകളാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ നിർമ്മിച്ചത്. കാലിഫോർണിയ ധാരാളം ഭൂമികുലുക്കമുള്ള ഒരു പ്രദേശമാണ്. അതിനാൽ ഇവിടെയുള്ള ഭൂരിഭാഗം ഉയരമുള്ള ബിൽഡിങ്ങുകളും ഉരുക്ക് ഫ്രെയിം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ നേറ്റീവായിട്ടുള്ള ആളുകൾ അമേരിക്കൻ ഇന്ത്യൻസാണ്. ബാക്കിയുള്ളവരെല്ലാവരും പിന്നീട് കുടിയേറി പാർത്തവരാണ്. ഇവിടുത്തെ ഒറിജിനൽ ആളുകളെന്ന് പറയുന്നത് അമേരിക്കൻ ഇന്ത്യൻസാണ്. അമേരിക്കൻ ഇന്ത്യൻസിന് ഇന്നും അമേരിക്കയിൽ ടാക്സ് കൊടുക്കേണ്ട. വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ ഒരുമയോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കാലിഫോർണിയ. 40% ലാറ്റിനോ ആളുകളും 35% വൈറ്റ് ആളുകളും 15% ഏഷ്യയിൽ നിന്നുള്ളവരും ബാക്കി 10% മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളും ഓഫീസ് സമുച്ചയങ്ങളുമാണ്. സാൻ ഫ്രാൻസിസ്കോ സിറ്റി വളരെ ചിലവേറിയ സിറ്റിയാണ്. ഇത് വളരെ നല്ല കാലാവസ്ഥയുള്ളൊരു പ്രദേശമാണ്. ഒരു ചെറിയ തണുപ്പ് എപ്പോഴും നമുക്ക് അനുഭവപ്പെടും. തണുപ്പ് കാലത്ത് ഒരുവിധം നല്ല തണുപ്പുണ്ട് കേട്ടോ. അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളാണുള്ളത്. ഗൂഗിളിൻ്റെ മെയിൻ കമ്പനി സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂ എന്ന സ്ഥലത്താണ്. അതുപോലെ ആപ്പിളിൻ്റെ മെയിൻ കമ്പനി സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയയിലെ കൂപ്പർട്ടിനോയിലാണ്. യൂട്യൂബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളതും കാലിഫോർണിയയിലെ സാൻ ബ്രൂണോയിലാണ്. അതുപോലെ ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാലിഫോർണിയയിലെ മെലോ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വലിയ ഒത്തിരി കമ്പനികൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാലിഫോർണിയ. അതുപോലെ കാലിഫോർണിയ വളരെയേറെ കൃഷികളുള്ളൊരു പ്രദേശമാണ്. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ഓറഞ്ചും മുന്തിരിയും മാതള നാരങ്ങയും ഉൽപ്പാദിപ്പിക്കുന്നത് കാലിഫോർണിയയിലാണ്. അരി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ കാലിഫോർണിയ 2ാം സ്ഥാനത്താണ്. ഇനി നമ്മൾ ഈ ടണലിലൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. 4 വലിയ എക്സോസ്റ്റ് ഫാനുകളാണ് ടണലിനകത്തെ വാഹനങ്ങളുടെ പുക വലിച്ചളയുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മുന്നിൽ ഒരു ടണൽ കൂടിയുണ്ട്.
ഈ ടണലിൽ 2 എക്സോസ്റ്റ് ഫാനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടണലിനകത്തൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എത്തി. എത്ര മനോഹരമായ പ്രദേശം കാണാൻ! എന്തൊരു പ്രകൃതി രമണീയമായൊരു പ്രദേശം. നല്ല നീല ആകാശവും നീല കടലും. ഒരു കപ്പൽ ഈ പാലത്തിനടിയിലൂടെ കടന്നു പോകുന്നുണ്ടോ? എത്ര മനോഹരമായൊരു കാഴ്ചയാണ് ഇത്. 1933 ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ പണി ആരംഭിച്ചത്. 1937 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. 4 വർഷം കൊണ്ട് പാലം പണി പൂർത്തീകരിച്ചു. ഉരുക്ക് ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. .74 കിലോമീറ്ററാണ് ഈ ബ്രിഡ്ജിൻ്റെ ടോട്ടൽ ലെങ്ത്. കണ്ണുകൾക്ക് കുളിർമയേകുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥ അതുപോലെ അത്ര നല്ലതാണ്. ഒരു ചെറു തണുപ്പോടു കൂടിയ പ്രദേശമായത്. അതുകൊണ്ട് റോഡിൽ സൈക്കിളിൻ്റെ പടം വരച്ച് വെച്ചാണ്. മറ്റു വാഹനങ്ങളൊന്നും ഈ റോഡിലൂടെ ഓടിക്കാൻ അനുവാദമില്ല. സൈക്കിളുകളും കാൽനടക്കാർക്കും മാത്രമായുള്ള റോഡാണിത്. മനോഹരമായ പ്രകൃതി ഭംഗിയുള്ളൊരു പ്രദേശമാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരികയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അവർ ജീവിതം എൻജോയ് ചെയ്യുകയും ചെയ്യുന്നൊരു പ്രദേശമാണിത്. എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം ഇത്. പച്ച പുൽത്തകിടികളും നീല ആകാശവും കണ്ണുനീർ പോലെ ജലമുള്ള കടലും മനോഹരമായൊരു കാഴ്ചയത്. നമ്മളീ കാണുന്ന കടൽ പസഫിക് ഓഷ്യനാണ്. കണ്ടോ, ധാരാളം ടൂറിസ്റ്റുകൾ ഈ മനോഹാരിയെല്ലാം കണ്ട് ആസ്വദിക്കുന്നത്. കണ്ടോ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടിയിൽക്കൂടെ അപ്പുറത്തേക്ക് കടക്കാൻ പോവാണ്. സാൻ ഫ്രാൻസിസ്കോയും മരീൻ കൗണ്ടിയും കണക്റ്റ് ചെയ്യുന്നതാണ് ഈ ബ്രിഡ്ജ്. ഇനി നമ്മൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലൂടെ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് പോകുന്ന വഴിയിൽ കുറേ നല്ല കാഴ്ചകളുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുപോകാം. ഈ പുൽത്തകിടിയും കടലും ഒക്കെ ഉണ്ട്. ഈ തണുത്ത പ്രദേശത്തോടെ ഇങ്ങനെ നടക്കാൻ എന്താ ഒരു രസം എന്നറിയോ. മനോഹരമായ കാഴ്ച, വല്ലാത്തൊരു അനുഭവമാണ്. ഇതിവിടെ വന്ന് നേരിട്ടൊന്ന് കാണേണ്ടതാണ് ശരിക്കും കേട്ടോ. ഭയങ്കര കാഴ്ചയത്. നമ്മൾ നേരിട്ട് കാണുന്നതിനുള്ളൊരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഇവിടെ കേട്ടോ. നമ്മുടെ ഹൈ റേഞ്ചിലേക്കുള്ള പോലെ കോടമഞ്ഞ് വീണൊരു പ്രദേശം കണ്ടോ. അതുപോലെ നാട്ടുംപുറ വഴികളും എന്തൊരു മനോഹരമാണെന്നൊക്കെ പ്രദേശം കാണാൻ. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് വലിയ മരങ്ങളും കോടമഞ്ഞും മണ്ണ് റോഡും എന്താ ഒരു രസം നോക്കി. നമ്മൾ ഹൈ റേഞ്ചിൽ പോയി നിൽക്കുന്നൊരു ഫീലല്ലേ നോക്കി. ആ ദൂരെ കാണുന്നതാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട ബ്രിഡ്ജ് എന്ന ബഹുമതി ഈ പാലത്തിനുള്ളതാണ്. US 101 എന്ന റോഡാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവർ ഇത് പണിത് വെച്ചേക്കണേ. $83,000 ടൺ ഉരുക്കുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. പസഫിക് ഓഷ്യൻ്റെ വീതി കുറഞ്ഞ ഒരു ഏരിയയിലാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഈ പാലത്തിൽ നിന്ന് ധാരാളം ആളുകൾ കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനാൽ ഗവൺമെൻറ് താഴെ വലിയ തോതിലുള്ള വലകൾ വിരിച്ച് എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. ആളുകൾ ചാടിയാലും ആ വലയിലേക്ക് വീഴൂ. അപ്പോഴത്തേക്കും റെസ്ക്യൂ ടീം വന്ന് രക്ഷിക്കുക അവരെ. ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടെ ഫെറി സർവീസ് ഉണ്ടായിരുന്നു. ഫെറിയിൽ കയറിയാണ് ആളുകൾ അക്കരയ്ക്കും ഇക്കരയ്ക്കും യാത്ര ചെയ്തിരുന്നത്. ഈ പാലത്തിൻ്റെ കൈവരികളിലൂടെ ധാരാളം സൈക്കിൾ യാത്രക്കാരും നടന്നു പോകുന്നവരും സഞ്ചരിക്കുന്നുണ്ട്. എന്തൊരു മനോഹരമായൊരു കാഴ്ച ഇതല്ലേ. ഈ പാലത്തിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ ടോൾ കൊടുക്കണം. ഫാസ്റ്റ് ട്രാക്ക് എന്ന സംവിധാനമോ അല്ലെങ്കിൽ പേ ബൈ നമ്പർ പ്ലേറ്റ് എന്ന സംവിധാനം വെച്ചോ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഈ പാലത്തിൽ തുടർച്ചയായിട്ട് ഇവർ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കും. തുരുമ്പ്, പെയിൻറ്റ് പോയിട്ടുണ്ടോ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഇനി നമ്മൾ പോകുന്നത് വിസ്റ്റ പോയിൻറ്റിലേക്കാണ്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്ന് ഈ ഏരിയ സന്ദർശിക്കുന്നുണ്ട്. വിസ്റ്റ പോയിൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജും ഈ സമുദ്രമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായൊരു പ്രദേശമാണിത്. ചെറിയ തോതിൽ 2 തട്ടുകട കണ്ടോ. ഹോട്ട് ഡോഗാണ് അവർ അവിടെ വയ്ക്കുന്നത്. ആളുകൾ ഇവിടെ കുടുംബസമേതം വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അവരുടെ ജീവിതം എൻജോയ് ചെയ്യുകയാണ് ഇവിടെ. അങ്ങ് ദൂരെ കാണുന്നതാണ് സാൻ ഫ്രാൻസിസ്കോ മെയിൻ സിറ്റി. ശനിയാഴ്ചയും ഞായറാഴ്ചയും അതുപോലുള്ള അവധി ദിവസങ്ങളിലും ധാരാളം ടൂറിസ്റ്റുകൾ ഈ ഏരിയ വിസിറ്റ് ചെയ്യും. എന്തൊരു പച്ചപ്പാന്ന് നോക്കിയല്ലേ. നല്ല ഫലപുഷ്ടമായ മണ്ണാണിവിടെ. എത്ര മനോഹരമായിട്ടാണ് ഈ പ്രദേശം ഇവർ സൂക്ഷിച്ചതെന്ന് നോക്കി. ടൂറിസ്റ്റുകൾക്ക് സിറ്റി കറങ്ങി കാണുന്നതിനുള്ള ബസ്സാണിത്. ഇനി നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഫിഷർമാൻസ് വാർഫ് കാണാൻ പോവുകയാണ്. സീ ലയൺസാണ് അവിടുത്തെ പ്രധാന അട്രാക്ഷൻ. ജെയിംസ് ബോണ്ട് മൂവി ഷൂട്ടിംഗ് 1985 നടന്ന സ്ഥലമാണത്. ഫിഷർമാൻസ് വാർഫിൽ നിന്ന് അൽക്കട്രാസ് ജയിൽ കാണാൻ പറ്റും. ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. വലിയ ചൂടൊന്നുമില്ല, ഒരു ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ.
എത്ര ശാന്തമായ ഏരിയ നോക്കി. ഇത്രയും വീടുകൾ ഉണ്ടായിട്ടും ജനങ്ങളും കാറുകളും വളരെ കുറവല്ലേ നോക്കി പുറത്ത്. സാൻ ഫ്രാൻസിസ്കോ വളരെ പഴക്കമുള്ളൊരു സിറ്റിയാണ്. അതിനാൽ ഇവിടെയുള്ള ബിൽഡിങ്ങുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഒത്തിരി ആളുകൾ അവരുടെ വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാറുണ്ട്. 2-3 നിലയൊക്കെയുള്ള ഇതുപോലത്തെയുള്ള വീടുകൾ മൊത്തം പണിതിരിക്കുന്നത് മരം കൊണ്ടാണ്. ഭൂമി ഉരുങ്ങിയാലും തകർന്നു വീണ ആൾക്കാർ മരിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ കെട്ടിടങ്ങളെല്ലാം മരത്തിലാണ് കംപ്ലീറ്റ് പണി ചെയ്യുന്നത്. ഒരുവിധം കുലുക്കത്തിലൊന്നും ഇത് തകർന്നു വീഴില്ല. തകർന്നു വീണാൽ തന്നെ ആളുകൾ കോൺക്രീറ്റിൻ്റെ അടിപ്പെട്ട് മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഒത്തിരി നിലകളുള്ള ബിൽഡിങ്ങുകൾ പണിയുന്നത് ഉരുക്ക് ഫ്രെയിമിലാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തോടെ ഇരുമ്പ് കോണികൾ ഫിറ്റ് ചെയ്തതെന്ന് കണ്ടോ? അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങുകളെല്ലാം മരമാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ കോണി വഴി രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. നമ്മളങ്ങനെ ഫിഷർമാൻസ് വാർഫിലെത്തി. ഈ ഫെറി വീലിന് എന്ത് ഉയരാൻ നോക്കി. രാത്രിയിൽ ഇത് ലൈറ്റോടെ ഒന്ന് കറങ്ങുന്നതാണ് ഭയങ്കര രസമാട്ടോ. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. ഇത് കാർ പാർക്കിംഗ് ലോട്ടാണ്. ഈ വരുന്നവരെല്ലാം ടൂറിസ്റ്റുകളാണ്. ഇവിടം കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ്. ഈ കാണുന്ന ആർച്ചിൻ്റെ പേരാണ് പിയർ ഫെറി ആർച്ച്. ഈ ഫിഷർമാൻസ് വാർഫിൽ എവിടെയോ വെച്ചാണ് 1985 ജെയിംസ് ബോണ്ട് മൂവി ഷൂട്ട് ചെയ്തത്. ഇത് കണ്ടോ, ആളുകൾ ഇവിടെ നിന്നുണ്ട് പക്ഷികളുടെ ഫോട്ടോ എടുക്കണേ. ഇവിടെ ഒരു കപ്പൽ നങ്കൂരിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് ചെല്ലുമ്പോൾ ആൽക്കട്രാസ് പ്രിസൺ കാണാൻ പറ്റും. 1963 പ്രിസൺ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഈ പ്രിസൺ സാൻ ഫ്രാൻസിസ്കോയിലെ മെയിനായിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. കൊടും കുറ്റവാളികളെ താമസിപ്പിച്ചിരുന്ന പ്രിസനാണ്. ഈ പ്രിസൺ സ്ഥിതി ചെയ്യുന്നത് ഒരു ഐലൻഡിലാണ്. ഈ ചുറ്റുമുള്ള വെള്ളം ഐസ് പോലെ തണുത്ത വെള്ളമാണ്. അതിനാൽ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വെള്ളത്തിലൂടെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഫ്രോസനായ വെള്ളത്തിൽ താന്നു മരിക്കും. ഐസ് പോലെ തണുത്ത വെള്ളമാണിത്. നമ്മുടെ അടുത്ത വീഡിയോ ആൽക്കട്രാസിനെ കുറിച്ചാണ്. ഞാനത് പോയി മനോഹരമായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിയും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത്. ഇവിടെ ഒത്തിരി ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആളുകൾക്ക് ബോട്ട് പാർക്ക് ചെയ്യുന്നുള്ള സ്ഥലമാണ്. ഇതിൽ നടന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ചെറിയൊരു തണുപ്പുള്ള കാലാവസ്ഥ. സീ ലൈനുകളുടെ പ്രതിമകളാണ് ഈ വാർത്തു വച്ചിരിക്കുന്നത്. ഇതൊരു അക്വേറിയമാണ്. അക്വേറിയം ഓഫ് ദി ബേ. ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കണുണ്ടോ? എന്ത് രസം നോക്കി പോവാണ്. ഈ കാണാണ് പിയർ 39. നമുക്കിനി ഈ പിയർ 39 കയറി നോക്കാം. ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. അതുപോലെ ടൂറിസ്റ്റുകൾക്ക് ഇരുന്ന് ആഹാരം കഴിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണിത്. കണ്ടൊരു ഹോട്ട് ഡോഗ്സ് വിൽക്കുന്നൊരു ഷോപ്പ്. ഇവിടെ ആളുകൾ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയും അത് എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കുകയാണ് ഇതിൽ.
നല്ല രസമാട്ടോ ഇതിലിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാൻ. നമ്മളിതിൽ നടന്ന് അങ്ങ് ചെല്ലുമ്പോഴാണ് സീ ലയൺസ് ഉള്ളത്. അവധി ദിവസങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വരും. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഇവിടെ ആളുകൾ കുറച്ച് കുറവാണ്. കണ്ടോ, ആളുകൾ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. കോവിഡ് ആരംഭിച്ചതോടെ ടൂറിസ്റ്റുകളുടെ വരവ് കുറയുകയും ഒത്തിരി ബിസിനസ് സ്ഥാപനങ്ങൾ നിർത്തി പോവുകയും ചെയ്തു. ഇത് പിള്ളേർക്കും വലിയവർക്കൊക്കെ കയറിയിരുന്ന് കറങ്ങാനുള്ളൊരു സൗകര്യമാണ്. നല്ല രസമാണ് അതിനകത്തിരുന്ന് പിള്ളേർക്കൊക്കെ കളിക്കാൻ. നമ്മളങ്ങനെ പിയർ 13 അടുത്തെത്തി. ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരത്തിൽ കാണുന്നതാണ് അൽക്കട്രാസ്. ആളുകൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടിങ്ങനെ സന്തോഷിക്കുകയാണ്. അൽക്കട്രാസ് പ്രസൻ്റെ DVD-യും 2 ബുക്കും $22.95 വാങ്ങിക്കാമെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഷിപ്പ് നങ്കൂരിട്ട് കിടപ്പുണ്ട്. ഇതിൽ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് സീ ലയൺസ് ഉള്ളത്. കണ്ടോ, സീ ലയൺസ് ഇങ്ങനെ വെയിൽ കൊണ്ട് കിടക്കണേ. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ കേട്ടോ. കണ്ടോ, ഒരു സീ ലയൺ യാതൊരു മര്യാദ ഇല്ലാതെ വേറെ ഒരെണ്ണത്തിന് ചവിട്ടി മെതിച്ച് കിടന്നോണേ. എല്ലാം ഇങ്ങനെ വെയിൽ കൊണ്ട് സന്തോഷിക്കുക. ചിലവരൊക്കെ നല്ല ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണു, ചിലവരൊന്നും ചെയ്യാതെ ഇങ്ങനെ വെയിലും കൊണ്ട് സന്തോഷിച്ച് കിടക്കണു. ഈ കാണുന്നത് ലവ് ലോക്കുകളാണ്. ലവേഴ്സ് അവരുടെ സ്വീറ്റ് ഹാർട്ട്സിൻ്റെ പേരോ അല്ലെങ്കിൽ ഇനിഷ്യലോ എഴുതി പബ്ലിക് പ്ലേസിൽ ഡിസ്പ്ലേ ചെയ്ത് ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. ഇത് അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. ഈ പക്ഷി വെയിലെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ ഡ്രൈവ് ചെയ്ത് സിറ്റിയുടെ ഭംഗി ആസ്വദിച്ച് അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത്രമാത്രം വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിട്ടും വളരെ കുറച്ച് ജനങ്ങളും കാറുകളല്ലേ പുറത്തുള്ളൂ. നോക്കി, ഒരു പക്ഷേ ഓഫീസ് സമയമായതുകൊണ്ടായിരിക്കാം തീരെ ജനങ്ങളെ പുറത്ത് കാണാത്തത്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രീറ്റിൻ്റെ പേര് ബാറ്ററി സ്ട്രീറ്റ് എന്നാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പേര് എപ്പോഴും ജംഗ്ഷനുകളിൽ വലത് സൈഡിലോ അല്ലെങ്കിൽ ഇടത് സൈഡിലോ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ മുന്നിൽ കാണുന്ന റോഡ് എപ്പോഴും നമ്മൾ ക്രോസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കേണ്ടതായ റോഡാണ് നമ്മുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ വലത് സൈഡിലേക്ക് കുറേ പേർ കൂടി നിൽപ്പുണ്ട്. അവർ അവിടെ എന്തോ ധർണയോ മറ്റോ നടത്തുവാണ്. എത്ര മനോഹരമാണെന്ന് നോക്കി ഇവിടെ കാണാൻ. ഈ ബിൽഡിങ്ങുകളെല്ലാം ഓരോരോ ബിസിനസ് സ്ഥാപനങ്ങളാണ്. ഇപ്പം നമ്മൾ പൈൻ സ്ട്രീറ്റാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. എത്ര ശാന്തമായ പ്രദേശമാണെന്ന് നോക്കി. ഹോണടിയോ ബഹളോ ഒന്നുമില്ല. എന്തൊരു വലുപ്പമാണെന്ന് നോക്കി ബിൽഡിങ്. ഭയങ്കരം ബിൽഡിങ്ങിലാട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്ന ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ വെളുപ്പ് കുറച്ച് കൂടുതലുള്ള ആ ബിൽഡിങ്ങിൻ്റെ പേര് സെയിൽസ് ഫോഴ്സ് ടവർ എന്നാണ്. അതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. 1070 ഫീറ്റാണ് അതിൻ്റെ ഉയരം. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നുണ്ടോ അപ്പൊക്കെയുള്ള ബിൽഡിങ്, അതാണ് സെയിൽസ് ഫോഴ്സ് ടവർ.
സാൻ ഫ്രാൻസിസ്കോയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. ഇന്ത്യയിലേക്ക് പോകാൻ പല കമ്പനികളെയും ഫ്ലൈറ്റുകൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ വഴിയും യൂറോപ്യൻ രാജ്യങ്ങൾ വഴിയും സിംഗപ്പൂർ വഴിയും ഇന്ത്യയിലേക്ക് പോകാം. നല്ല ദൂരമാണ് ഇവിടെ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങിയാൽ 15 മണിക്കൂർ 35 മിനിറ്റ് കഴിഞ്ഞ് ദുബായിൽ ലാൻഡ് ചെയ്യുകയുള്ളൂ. പിന്നെ ദുബായിൽ നിന്നും ഫ്ലൈറ്റ് പൊങ്ങിയാൽ 4 മണിക്കൂറും 5 മിനിറ്റും കഴിഞ്ഞാലേ നെടുമ്പാശ്ശേരിയിലെത്തൂ. അങ്ങനെ മൊത്തം 19 മണിക്കൂർ 40 മിനിറ്റും ആകാശത്ത് പറന്നാലേ നെടുമ്പാശ്ശേരിയിലെത്താൻ പറ്റൂ. റോഡിലിങ്ങനെ ചുവന്ന പെയിൻറ്റ് ചെയ്തേക്കണുണ്ടോ, അതിലൂടെ ബസ്, ടാക്സി അങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കാവുള്ളൂ. സാധാരണ പ്രൈവറ്റ് കാറുകളൊന്നും ആ ചുവന്ന പെയിൻറ്റ് ചെയ്ത ഭാഗത്ത് ഓടിക്കാൻ പാടില്ലെന്നാണ്. സാൻ ഫ്രാൻസിസ്കോ ഒത്തിരി നൈറ്റ് ക്ലബ്ബുകളൊക്കെ ഉള്ളൊരു സിറ്റിയാണ്. രാത്രിയാകുമ്പോഴത്തേക്കും സിറ്റി വളരെ സജീവമാകും. ഒത്തിരി ജനങ്ങൾ സിറ്റിയിൽ വരും. അടുത്തുള്ള സിറ്റികളായ സാൻ ഹോസെ അതുപോലുള്ള സിറ്റിയിൽ നിന്നെല്ലാം ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ ഈ സിറ്റിയിൽ വരാറുണ്ട്. ഈ സിറ്റി വളരെ എക്സ്പെൻസീവായ സിറ്റിയാണ്. അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ വലിയ റെൻ്റാണ് മന്ത്ലി കൊടുക്കേണ്ടി വരുന്നത്. അടുത്ത ജംഗ്ഷനിൽ നമുക്ക് വലത്തോട്ട് തിരിക്കണം. കണ്ടോ ആളുകൾ ക്രോസ് ചെയ്യുന്നേ. ഇവിടെ പെഡിസ്ട്രിയൻസിനാണ് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യം കൂടുതൽ. പെഡിസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ ആ റോഡിൽ നടന്നു പോകുന്ന ആളുകൾ. പെഡിസ്ട്രിയൻസിനെ ക്രോസ് വാക്കിലൊക്കെ വെച്ച് മുട്ടിയാൽ ഭയങ്കര ശിക്ഷയാണ് ഇവിടെ. നമ്മുടെ ഈ വലസൈഡിൽ കാണുന്നത് ഒരു കാർ പാർക്കിംഗ് ആണ്. ഇവിടെയുള്ള പഴയ കെട്ടിടങ്ങളായതുകൊണ്ട് ഇവിടെയുള്ള ബിൽഡിങ്ങുകൾക്ക് കാർ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് കാർ പാർക്കിംഗ് ഏരിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം. അതിനൊരു ഫീസും ഉണ്ടാവും. $5 $10 ആ ഓരോ പാർക്കിംഗ് ഏരിയയുടെ അനുസരിച്ചുള്ള ഫീസ് ഉണ്ടാവും. ആളുകൾ ബസ്സിന് വേണ്ടിയും ഊബറിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലതുവശത്ത് കാണുന്നത് എസ്കേപ്പ് റൂം ഗെയിമാണ്. അതൊരു റിയൽ ലൈഫ് അഡ്വഞ്ചർ ഗെയിമാണ്. ഒരു 3-4 പേർ ഒന്നിച്ച് ഒരു ബിൽഡിങ്ങിൽ ലോക്കായതിനു ശേഷം ഒരു നിശ്ചിത സമയത്തിനകത്ത് പല ടാസ്കുകളും ചെയ്ത് പല താക്കോലുകളും പല സ്വിച്ച് ബോർഡുകളും പസിൽസും ഒക്കെ ചെയ്ത് വിജയിച്ച റൂമിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടുമ്പോഴാണ് ഗെയിം പൂർത്തിയാവുന്നത്. അങ്ങനെ അവർ ആ ഗെയിമിൽ വിജയിക്കും. അതാണ് എസ്കേപ്പ് റൂം ഗെയിം. ഇവിടെ പല കമ്പനികളുടെ ഓഫീസുകളും ഹെഡ് ക്വാർട്ടേഴ്സുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മറ്റു പല രാജ്യത്തു നിന്നും പല സ്റ്റേറ്റിൽ നിന്നൊക്കെ ആളുകൾ ധാരാളം വന്നിറങ്ങുന്നൊരു സിറ്റിയാണിത്. നമ്മുടെ അടുത്ത സൈഡിൽ വേറൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടോ. ഈ സിറ്റിയിൽ അങ്ങനെ സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയ പല സ്ഥലത്തും ഉണ്ട്. നമ്മളിപ്പോൾ കേർണി സ്ട്രീറ്റിലൂടെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബസ് ആളെ കയറ്റുന്നുണ്ട് കേട്ടോ. അത് 2 ബോഗിയുണ്ട്. ഇവിടെയുണ്ട് വേറൊരു ബസ് കണ്ടോ, ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 2 ബോഗിയുണ്ട്. ഇതാണ് ചൈന ടൗണ്. ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് ഭയങ്കര ആഘോഷമായിരിക്കും ഈ സിറ്റിയിൽ. ഈ സിറ്റി മൊത്തം അവർ ഡെക്കറേറ്റ് ചെയ്ത് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. ഭയങ്കര ആഘോഷമായിരിക്കും. അതുപോലെ ധാരാളം ചൈനീസ് ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ. സിറ്റിയുടെ പഴമ നിലനിർത്തുന്നതിനായിട്ട് പണ്ട് ഓടിക്കൊണ്ടിരുന്ന കേബിൾ കാറുകളും അതിൻ്റെ റെയിൽവേ സിസ്റ്റവും എല്ലാം ഇന്ന് ഉപയോഗത്തിലാണ്. കേബിൾ കാറുകൾ ഓടുന്ന പാളങ്ങൾ ഇന്ന് റോഡിൽ തന്നെയുണ്ട്.
മറ്റു വാഹനങ്ങളും കേബിൾ കാറുകളും എല്ലാം സെയിം റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. ഡേവിസ് സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇത് കണ്ടോ, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്താണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ട്രാക്കിൽ കൂടെ ബസ്സുകളും കാറുകളും ട്രെയിനും എല്ലാം ഒരേ സമയത്ത് ഓടും. നമ്മുടെ വലത് സൈഡിലായിട്ടൊരു ബസ് കിടക്കണുണ്ടോ, ആ ബസ്സാണ് ഇവിടുത്തെ സിറ്റി സർവീസിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇടത് സൈഡിലായിട്ട് കുറേ സൈക്കിളുകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത് വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചതാണ്. ടൂറിസ്റ്റുകൾ വന്നിട്ട് ആ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് സിറ്റി മൊത്തം കറങ്ങിയാണെന്ന് അവർ കാണും. ഈ ബസ് കണ്ടോ, ഇത് ട്രോളി ബസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രിക് ബസ്സാണിത്. ഈ ബസ്സിനെ ഇലക്ട്രിക് ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. എന്നിട്ട് ആ ലൈനിൽ നിന്ന് ബസ്സിലേക്ക് കണക്ഷൻ കിട്ടി. അങ്ങനെയാണ് ബസ് ഓടുന്നത്. ആ ബസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. നമുക്കിവിടെ വലത്തോട്ട് ഹേവാർഡ് സ്ട്രീറ്റിലേക്കാണ് പോകേണ്ടത്. ഒരേ ഡിസൈനുള്ള 2 കെട്ടിടം കണ്ടോ, റോഡിൻ്റെ അപ്പുറം ഇപ്പുറയായിട്ട് സ്ഥിതി ചെയ്യണേ. ഒരേ കമ്പനിയുടെ തന്നെ ഓഫീസുകളായിരിക്കും രണ്ടും. അതുകൊണ്ട് തൊട്ട് മുന്നിൽ വേറെ 2 ബിൽഡിങ് അതുപോലെ തന്നെയുണ്ട്. കണ്ടോ, ഈ ബിൽഡിങ്ങുകൾ കണ്ടോ, അത് ഒരുപോലെ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ ഏതെങ്കിലും വലിയൊരു കമ്പനിയുടെ ഓഫീസായിരിക്കും അത്. ഇത്രയും നേരം എൻ്റെ കൂടെ യാത്ര ചെയ്തതിന് നന്ദി. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ അമേരിക്കൻ വീഡിയോകൾ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്.